ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ എല്ലാവരെയും നഷ്ടപ്പെട്ട ശ്രുതിയെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് ടി സിദ്ദീഖ് MLA പറ്റിച്ചുവെന്ന് CPM. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് നൽകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീട് കൊടുത്തില്ല. വാഗ്ദാനത്തെ തുടർന്ന് ശ്രുതി ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെച്ച് 15 ലക്ഷം രൂപ വാങ്ങി. ഇപ്പോൾ പണം തിരികെ നൽകാം, ടൗൺഷിപ്പിൽ വീട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ശ്രുതിയെന്നും CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് പ്രതികരിച്ചു. സെപ്റ്റംബർ 26, 2024 സെപ്റ്റംബർ 26-നാണ്. അത് കഴിഞ്ഞ് 18 മാസം പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാലയളവ് പ്രകാരം 2025 ജനുവരിയിൽ വീട് കൊടുക്കേണ്ടതാണ്. വീട് കൊടുത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കണ്ണീര് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നവരായി ഇവർ മാറി. എങ്ങനെയൊക്കെയാണ് ദുരന്തത്തെ ഇവർ ഉപയോഗിച്ചത് എന്നതാണ് വ്യക്തമാവുന്നത്. ഒരു ഭാഗത്ത് പണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചു, ഒരു ഭാഗത്ത് ശ്രുതിയെ പോലെ ഒരു പെൺകുട്ടി ആ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ മുതലെടുപ്പിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തലിലേക്ക് മാറി. ശ്രുതിക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചുവെന്ന ആരോപണത്തിൽ CPM വയനാട് ജില്ലാ നേതൃത്വത്തിന് മറുപടിയുമായി ടി സിദ്ദീഖ്. ശ്രുതിക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞത് സ്വകാര്യ വ്ളോഗർമാരാണ്, തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. ഞാൻ ആദ്യ ടൗൺഷിപ്പിലേക്ക് CMDRFിലേക്ക് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു, കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചു. പച്ച നുണ പറഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ ശ്രമം. ഈ ഗൂഢാലോചന അന്വേഷിക്കപ്പെടണം. ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് ടി സിദ്ദീഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 1500 സ്ക്വയർ ഫീറ്റ് വീട് ഒരുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് എന്ന സ്ഥാപനമാണ്. എൻ്റെ FB പോസ്റ്റാണ്. ഈ ടൈം ന്യൂസ് ഇവരോട് നേരിട്ട് സംസാരിച്ചാണ് ഇതൊക്കെ തീരുമാനമെടുത്തത്. എന്നെ മാത്രമല്ല അതിന്റെ തറക്കല്ലിന് ക്ഷണിച്ചത്. ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ബേസ് ഉണ്ടാവണ്ടേ? അപ്പോ ബോധപൂർവം അപമാനിക്കുക. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി LDF ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസിന്റെ വയനാട്ടിലെ ഈ ടൗൺഷിപ്പ് നിർമ്മാണം. അതിൽ ജനങ്ങളെ പറ്റിച്ചു, ആളെ പറ്റിച്ചു, ഫണ്ട് വിരിവ് എന്നുള്ളതൊക്കെയായിരുന്നു. ഇന്ന് ഫണ്ടിന്റെ കാര്യം എന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് എത്തി ജനങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. കമലുണ്ട്. കമൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ശക്തിയായി LDFിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുകയാണ്. ടി സിദ്ദീഖ് MLA ശ്രുതിയെ കബളിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ വൈകാരികമായിട്ടൊരു തലം കൂടി അതിലുണ്ടല്ലോ. എന്താണ് ടി സിദ്ദീഖിന്റെ മറുപടി? ഈ വിഷയം എങ്ങനെയാണ് ഇപ്പോൾ വയനാട് മേഖലയിലെ ഈ മണ്ഡലത്തിലൊക്കെ തന്നെ ചർച്ചയാകുന്നത്? പ്രജീഷ് പറഞ്ഞതുപോലെ അവസാന ലാപ്പിൽ വലിയ വലിയ ആരോപണങ്ങൾ വരികയാണ്. ജില്ലാ സെക്രട്ടറി റഫീഖ് പറഞ്ഞത് ശ്രുതിയെ വീട് നൽകാമെന്ന് പറഞ്ഞ ടി സിദ്ദീഖ് പറഞ്ഞു പറ്റിച്ചു. അതായത് 120 ദിവസം കൊണ്ട് വീട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ വീട് നൽകിയില്ല. മാത്രമല്ല ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെച്ച് ശ്രുതി സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങി. ഇപ്പോൾ ആ 15 ലക്ഷം രൂപ തിരികെ നൽകാം, വീട് ടൗൺഷിപ്പിൽ അനുവദിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇതിനുള്ള മറുപടിയായി സിദ്ദീഖ് പറയുന്നത് ചാലക്കുടിയിലെ ടൈം ന്യൂസ് എന്നൊരു സ്ഥാപനം, ഒരു സ്വകാര്യ ബ്ലോഗർമാരാണ് വീട് നൽകാമെന്ന് പറഞ്ഞത്. തനിക്കതുമായി നേരിട്ട് ബന്ധമില്ല, താൻ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തു എന്നേ ഉള്ളൂ. ആ സ്ഥാപനത്തിന്റെ പേര് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മറച്ചുകൊണ്ട് റഫീഖ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്നാണ് സിദ്ദീഖിന്റെ മറുപടി. എന്തായാലും ഈ ആരോപണങ്ങൾ ചൂടുപിടിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പ്രജീഷ് ആ പറഞ്ഞ വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ റോഡിൽ നിന്ന് പൊന്നട എന്ന സ്ഥലത്ത് റോഡിൽ നിന്നൊരു കുഴിയിലായിരുന്നു ആ സ്ഥലം. അവിടെ നിന്ന് പില്ലർ വാർത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതായത് തറ നിരപ്പിലാണ് ഈ കാണുന്നത്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ അതിനുശേഷം മുകളിലേക്ക് എന്തായാലും വീട് കെട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ MLAയോട് ഞാൻ തന്നെ ചോദിച്ചു, ഈ കാര്യത്തിൽ ശ്രുതി എന്തെങ്കിലും പരാതി താങ്കളോട് പറഞ്ഞിരുന്നോ എന്ന്. അപ്പോൾ MLA പറഞ്ഞത് ശ്രുതി അവരോട് വിളിച്ച് പറഞ്ഞിരുന്നു, താനും അതിൽ ഇടപെട്ടിരുന്നു, പക്ഷെ അവർ അതിൽ തുടർ നടപടി സ്വീകരിച്ചില്ല. അതല്ലാതെ തനിക്ക് ഇതിൽ മറ്റൊരു ഉത്തരവാദിത്തം ഇല്ല എന്നാണ് MLA പറഞ്ഞത്. ഈ സ്ഥലം 11 സെന്റ് സ്ഥലം ശ്രുതിയുടെ പേരിലാണ്. ഞാനിവിടെ വന്നപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ബില്ലൊക്കെ ഉണ്ട്, അത് ശ്രുതിയുടെ പേരിൽ തന്നെയാണ്. പക്ഷേ വീടിൻ്റെ അവസ്ഥ ഇതാണ്, അത് പൂർത്തിയാക്കിയിട്ടില്ല. എന്തായാലും ഇതും കൂടി ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമാവുകയാണ്. പ്രജീഷ്, ശരി. കമലാണ് രണ്ട് ഇടങ്ങളിൽ നിന്നുള്ള പ്രതികരണം സംബന്ധിച്ച് LDFും UDFും ആരോപണത്തിൻ്റെയും പ്രത്യാരോപണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു.